കൂത്താട്ടുകുളം കൗൺസിൽ യോഗം ആരംഭിച്ചു. പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് ചെയർപേഴ്സൺ തള്ളി. കലാരാജുവിനെതിരെ ഉണ്ടായ അക്രമം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ 7 ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്നാണ് വിശദീകരണം. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. വിഷ്ണുവും ഏതാണ്ട് സംഘർഷാത്മക സാഹചര്യം ഉണ്ടോ കൗൺസിൽ യോഗത്തിൽ? കൂത്താട്ടുകുളം നഗരസഭ ചെയർപേഴ്സൺ വിജയശിവൻ പറയുന്ന പ്രതിപക്ഷ കൗൺസിലർ ബോബൻ വർഗീസ് തനിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തി. കൗൺസിലിന്റെ മര്യാദയ്ക്ക് ചേർന്നതല്ല, ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അതിശക്തമായ വാക്പോര് കൗൺസിൽ യോഗത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നത്. വിഷ്ണു, എന്താണ് കൗൺസിൽ യോഗത്തിൽ സംഭവിക്കുന്നത്? ഹാഷ്മി, അല്പസമയം മുമ്പാണ് കൂത്താട്ടുകുളം നഗരസഭ കൗൺസിൽ യോഗം ആരംഭിച്ചത്. ആദ്യം തന്നെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അതായത് കഴിഞ്ഞ ദിവസം ഈ കലാരാജുവുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ എടുത്ത കേസ്, ഇതെല്ലാം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാനെന്ന ചെയർപേഴ്സൺ ഉന്നയിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ തള്ളി. പക്ഷേ അതിന്മേലിപ്പോൾ പ്രതിപക്ഷം തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകമാണ് സംഭവിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ CPM പ്രവർത്തകർ ഇടപെട്ടു. അതിന് ചെയർപേഴ്സൺ അടക്കം കൂട്ടുനിൽക്കുന്നുണ്ടായി. ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. ആ വിമർശനങ്ങളെയാണ് നിലവിൽ ചെയർപേഴ്സൺ എതിർത്തത്. അതായത് ബോബൻ സാമുവൽ എന്ന UDF-ന്റെ കൗൺസിലർ തന്നെ അപകീർത്തിപരമായ തരത്തിലുള്ള തനിക്കെതിരെ പരാമർശങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ചെയർപേഴ്സൺ പോലീസിന് മൊഴി നൽകിയത് അത് CPM-ന്റെ പാർട്ടി പ്രതിനിധിയായതുകൊണ്ട് മാത്രമാണ്. ചെയർപേഴ്സൺ ഈ കൗൺസിൽ യോഗത്തിലെ പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ അനാവശ്യമായ പരാതി പോലീസിൽ നൽകി. ചെയർപേഴ്സണെ പ്രതിപക്ഷ കൗൺസിലർമാർ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. പക്ഷേ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ചെയർപേഴ്സന്റെ 7 അയലത്ത് പോലും പ്രതിപക്ഷ കൗൺസിലറോ പ്രതിപക്ഷ നേതാവോ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ പരാതി നൽകാനാകുക എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ചോദിക്കുന്നത്. എന്നാൽ താൻ അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല. അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ കലാരാജു പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഘട്ടത്തിലാണ് അവരെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങളൊക്കെ കണ്ടതും. ഇടവേളയ്ക്ക് ശേഷം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കലാരാജു എത്തിയിരിക്കുന്നു. കലാരാജു പക്ഷേ CPM-യുമായുള്ള എല്ലാ ബന്ധങ്ങളും താൻ ഉപേക്ഷിക്കുന്നു. വർഷങ്ങളായി ആ പ്രസ്ഥാനത്തിനൊപ്പം ചേർന്ന് നിന്ന് തനിക്ക് CPM-ൽ നിന്ന് നീതി ലഭിച്ചില്ല. ഈ കൗൺസിലിലെ തന്നെ വൈസ് ചെയർമാനെതിരെ ഒരു പരാതി സംസ്ഥാന നേതൃത്വത്തിന് കലാരാജു നൽകിയിരുന്നു. തന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതിയിൽ പോലും ഇടപെടാൻ CPM സഹകരിച്ചില്ല. അത് മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനൊപ്പം കലാരാജു ഈ പുറത്തേക്ക് പോവുകയാണ്. പ്രതിപക്ഷത്തിനൊപ്പം കലാരാജുവും ഇറങ്ങിപ്പോവുകയാണ്. അതായത് UDF-നൊപ്പം നിൽക്കും എന്ന നിലപാടിലേക്ക് അവർ പോവുകയാണ്. UDF-നൊപ്പം കലാരാജു പുറത്തേക്ക് വാക്കൌട്ട് നടത്തുകയാണ്. പ്രതിപക്ഷ ചെയർപേഴ്സന്റെ ചേംബറിനടുത്തേക്ക് എത്തി പ്രതിപക്ഷ നേതാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനാകാതെ ഇനി മുന്നോട്ട് പോകില്ല. കാരണം ഇന്ന് അജണ്ടയിൽ വന്നിരുന്നത് വാർഷിക ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അജണ്ടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ല, അടിയന്തര പ്രാധാന്യമുള്ള വിഷയം ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ചർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന